അച്ഛൻ എക്സസൈസ് യോഗയൊക്കെ ചെയ്തപ്പോൾ ഒരുത്തം വന്ന് കിടക്കുന്നു കേട്ടോ അച്ഛൻ്റെ അടുത്ത്. നീ ആ യോഗ കഴിയുന്നവരെ അങ്ങനെ കിടക്കും. അച്ഛൻ യോഗ ചെയ്യുമ്പോഴേ അതിരാവിലെ കേട്ടോ മോൻ വന്ന് കിടക്കുന്നു. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരുത്തർ യോഗ ചെയ്യാൻ കിടക്കുന്നുണ്ടോ? അച്ഛൻ യോഗ ചെയ്യാൻ നേരത്തെ. ഫ്രണ്ട്സ്, ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഉണ്ടല്ലോ, പച്ചമുളക്, വെണ്ടയ്ക്ക, കത്തിരിക്ക, സ്വീറ്റ് പൊട്ടാറ്റോ, സെലറി, മിരിങ്ങക്ക, ഇത് പൊട്ടോള്, ചൊരക്ക, പിന്നെ ബീട്രൂട്ട്, ടൊമാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോയും ക്യാരറ്റൊക്കെ കുറേ മേടിച്ചു കേട്ടോ. തക്കാളി, പിന്നെ സോർഷ, ക്യാപ്സിക്കം. ഇതേ ഞങ്ങൾ ഇതൊക്കെ പുറത്തുനിന്നാണ് മേടിക്കുന്നത് കേട്ടോ. ഇത് എന്താ വാഴയുടെ പിണ്ടിയൊക്കെ പുറത്തുനിന്നാണ് മേടിക്കുന്നത്. ഇതെല്ലാം അച്ചിങ്ങ, ബീൻസ്, പിന്നെ കായ, നെല്ലിക്കയും കുറച്ച് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി കഴുകി പറക്കി ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇതെല്ലാം ഒന്ന് കഴുകി പറക്കി ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ എനിക്ക് ഒരു മുറയുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ മുറത്തിലാണ് ചെയ്ത് സെല്ലറിയും മുരിങ്ങക്കായും ബീട്രൂട്ട്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടാറ്റോ കുറേ മേടിച്ചിട്ടുണ്ട്. ഇഞ്ചി, കറിവേപ്പില, നാരങ്ങ, ക്യാപ്സിക്കം, സ്വീറ്റ് പൊട്ടാറ്റോ, ബൈഗൻ, കത്തിരിക്ക, വെണ്ടക്ക, പച്ചമുളക്, തേങ്ങ 3 മേടിച്ചു, കൊത്തമല്ലി ഇല, ബീൻസ്, അച്ചിങ്ങ, കായ. നെല്ലിക്ക ഉണ്ടോയെന്ന് ചോദിച്ചാൽ നെല്ലിക്ക ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വാഴപ്പിണ്ടിയൊക്കെ പുറത്തുനിന്നല്ലേ മേടിക്കണം മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ വാഴപ്പിണ്ടി മേടിച്ചുകൊണ്ട് വന്നു. ആര്യവേപ്പൻ്റെ ഇല മേടിച്ചുകൊണ്ട് വന്നു. ഇത് കണ്ടോ, ആര്യവേപ്പൻ്റെ ഇല കണ്ടോ, ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി കഴുകണം, കഴുകി പിടിച്ച് വെക്കണം. എല്ലാം കഴുകി പിടിച്ച് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ലേ. ഇപ്പോൾ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ കറിവേപ്പില ഇത് കണ്ടോ, ഇതൊക്കെ എടുത്തിട്ട് എല്ലാം കഴുകി. അപ്പോൾ ഇന്നത്തെ പച്ചക്കറി പർച്ചേസിങ് ഒക്കെ ഇതാണ് കേട്ടോ. ഞങ്ങൾ ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ കുറേ മേടിക്കുന്ന. മോന് ക്യാരറ്റ് കൊടുക്കും, ഞങ്ങൾ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കും. ഇത് നല്ല പൊട്ടോള്, നല്ല ഉരുളക്കിഴങ്ങായിട്ട് വെക്കാൻ പറ്റിയ സാധനം, ബ്ലഡ് ഊറുന്ന സാധനം. ഇത് സെല്ലറി കേട്ടോ. ഇത്തിരി ചില്ലി ചിക്കൻ വെക്കാമല്ലോ. പിന്നെ മുരിങ്ങക്കയുടെ സീസണാണ്. ക്യാപ്സിക്ക, സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ മോന് കൊടുക്കാനും നമ്മളും കഴിക്കാനൊക്കെ നല്ലതാണ്. അരിവേപ്പില, വെണ്ടക്ക, പച്ചമുളക്, ബീൻസ് ഒക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ. തേങ്ങ 3. ഞങ്ങൾ വാഴയൊന്നും ഞങ്ങൾക്കില്ലല്ലോ. വാഴപ്പിണ്ടിയും വാഴയുടെ പൂവൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നത്. കക്കുടി, കായ എല്ലാം. അപ്പോൾ ഇതൊക്കെ കഴുകി പിടിച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ 1 മണിക്കൂർ പിടിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സബ്ജി പർച്ചേസിങ് ഒക്കെ ഇതാണ്. ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ ഇന്നലെ ഞാൻ മലയാളി കടയിൽ നിന്ന് മേടിച്ച ഉള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കഴുകി പറക്കി ഒന്ന് വെക്കട്ടെ. 1 മണിക്കൂർ പിടിക്കും ഫ്രണ്ട്സ്. ഒക്കെ കൊണ്ടുവന്നു ഞാൻ കഴുകിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. മോൻ്റെ ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ കഴുകി. ഇത് ഇന്ന് വെക്കാൻ പോകുന്ന മീനാട്ടോ. അപ്പോൾ ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മീൻ വെക്കാം. ഇന്നലെ കപ്പ കിട്ടിയായിരുന്നല്ലോ മലയാളി കടയിൽ നിന്ന്. അപ്പോൾ കപ്പയും വെച്ച് മീനും വെക്കാമെന്ന് വിചാരിച്ചു. മീൻ വറക്കാൻ ഇത് റൂയിയാണ് കേട്ടോ. ഇവിടെ വേറെ നമ്മുടെ മലയാളി മീനൊന്നും കിട്ടുകയൊന്നുമില്ല. അപ്പോൾ റൂയിയാണ് മേടിച്ചിടുന്നത്. അപ്പോൾ റൂയി ഒന്ന് കറിയും വെക്കും, വറുക്കുകയും ചെയ്യും. കപ്പ കറി വെക്കും. അപ്പോൾ കപ്പ അവിടെ പൊളിക്കുന്നുണ്ട്, തോല് പൊളിക്കുന്നുണ്ട് കേട്ടോ. ഈ ചൂടത്ത് കപ്പ വെച്ച ചീത്തയായിപ്പോവും. കുളി കഴിഞ്ഞിട്ടുള്ള ഓട്ടം ഭയങ്കര ചൂട് ഫ്രണ്ട്സ്. ടാങ്കിലെ വെള്ളവും ചൂടാണ് കേട്ടോ. ഈ ഓടുന്ന ഓട്ടം കണ്ടു, കുളി കഴിഞ്ഞിട്ട് ഓടുന്ന. അടച്ചെന്ന് നിൽക്കുന്ന തോർത്താൻ വേണ്ടി. ഭയങ്കര ചൂട് വെള്ളം കേട്ടോ. അപ്പോൾ അത് കാരണം മോളിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചതാണ്. ഭയങ്കര ചൂടാണ് ടാങ്കിലെ വെള്ളം. പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുടക്കട്ടെ അച്ഛാ, പൊന്നോ തുടക്കട്ടെ, നല്ലവണ്ണം തുടക്കട്ടെ. വെയിലത്തൊക്കെ ഇട്ടിന്ന് ഉണങ്ങട്ടെ. ഭയങ്കര വെയിൽ, ചൂട് വിയർക്കുന്നു.
അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മൊക്കെ കൊടുക്കണം കേട്ടോ. ഓട്ടം തുടങ്ങി ഓട്ടം അത് തുടച്ചോണ്ടിരിക്കണം. ഭയങ്കര ഇഷ്ടമാണ് തുടച്ചോണ്ടിരിക്കണത്. കുളിപ്പിക്കാൻ ആദ്യം ഒന്നൊരു മടിയായിരിക്കും, പിന്നെ അങ്ങോട്ട് തുടങ്ങും നല്ല ആനന്ദം. ഓടുന്നു കൊച്ച്. ആയി നല്ല മോൻ. മണിയൊക്കെ കിളിക്ക് ഓടിയേ. ഫുഡ് തണുക്കാൻ വെച്ചിട്ടുണ്ട് മമ്മി, ഫുഡ് തരും. ഓട്ടം തുടങ്ങി ഓടി. അയ്യോ, ഒരു ഓട്ടം ഒരു ചാട്ടം. ചീകുന്നില്ലേ? കുളിയും ഓട്ടമൊക്കെ കഴിഞ്ഞ കേട്ടോ. ഇനി താഴേക്ക് ഇറങ്ങി അവനൊന്ന് ഭക്ഷണം കൊടുത്ത്. ഭയങ്കര ചൂട് കേട്ടോ, വിയർപ്പാണേ. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചൂടാക്കണ്ട, ആ ടാങ്കിലെ വെള്ളവും ചൂടാ. നേരെ അങ്ങോട്ട് കയറും, അതിൽ കിടന്ന് ഉഴയും. ചോദിച്ചു വേണ്ടേ? ഫുഡ് വേണ്ടേ? ഫുഡ് വേണ്ടേ പൊന്നാ? ഉച്ച സുന്ദരനായി, ഫുഡ് വേണ്ടേ? ഭയങ്കര ചൂട് കേട്ടോ മുകളിൽ. വെള്ളവും ചൂടാണ്, നല്ല ചൂടാണ്. നമുക്ക് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല. എന്തു ചോദിച്ചു തരാം വാ. ഓ ചോദിച്ചു തരാം വാ ചോദിച്ചു തരാം. ബെഡ്ഷീറ്റ് മാറ്റണം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കഴുകി വെക്കും. അപ്പോൾ നമുക്ക് ആദ്യം അച്ചിങ്ങയൊക്കെ കഴുകി അത് വെക്കണം. വെണ്ടൊക്കെ കഴുകി ഒരു തുണിയിൽ തുടച്ചിട്ട് വെക്കും കേട്ടോ. ആദ്യം ഒന്ന് റഫായിട്ട് കഴുകിയിട്ട് നമ്മൾ ഭക്ഷണം വെക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് റഫായിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അല്ലാതെ ഒന്നും വെക്കരുത്. ഇങ്ങനെ എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിയുന്നതിന് മുമ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കഴുകുകയും വേണം കേട്ടോ. ഒരുപാട് അഴുക്കുകളുണ്ടാവും. അങ്ങനെയും കൊണ്ടൊന്നും ചിലവർ ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട്, അങ്ങനെ വെക്കരുത്. ഇതെല്ലാം കഴുകി വെക്കട്ടെ. അടുത്ത് നമ്മുടെ വെണ്ടക്ക കേട്ടോ. വെണ്ടക്ക കഴുകിയിട്ട് ഞാനൊരു തുണി കൊണ്ട് തുടച്ച് വെക്കും കേട്ടോ. നമുക്ക് കഴുകിയില്ലെങ്കിൽ പിടിക്കുകയൊന്നുമില്ല, അതാണ് കേട്ടോ. മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒന്ന് റഫായിട്ട് കഴുകണം, അല്ല ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പച്ചമുളക് നമ്മൾ കഴുകി ഒരു 2 വെള്ളത്തിൽ കഴുകും കേട്ടോ. പച്ചമുളക് എപ്പോഴെപ്പോഴും നമ്മൾ ഭക്ഷണം വെക്കുമ്പോൾ കഴുകാൻ നിൽക്കില്ല. അപ്പോൾ ഒരു 2-3 വെള്ളത്തിൽ കഴുകി ഈ ഞെട്ടെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കും കേട്ടോ. അതുപോലെ കൊത്തമല്ലി ഇല, നമ്മുടെ സെല്ലറി, ഇതൊക്കെ കഴുകിയിട്ട് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഞങ്ങളൊരു ബോട്ടിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ ചീത്തയാതിരിക്കും. ഈ സെല്ലറി ഒന്നും എപ്പോഴെപ്പോഴും കഴുകാൻ പറ്റൂല കേട്ടോ. അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ നല്ലവണ്ണം കഴുകി വെക്കുക. മറ്റുള്ള പച്ചക്കറികൾ അച്ചിങ്ങ, വെണ്ടക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെയും കഴുകണം, അങ്ങനെയൊക്കെ കേട്ടോ. പച്ചമുളക് നമ്മൾ കഴുകില്ല. അപ്പോൾ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് അതിനെ ഞെട്ടെടുത്തിട്ട് നല്ലൊരു ബോക്സിൽ, ഇപ്പോൾ ഞാൻ 2-3 വെള്ളത്തിൽ കഴുകുന്നുണ്ട്. എന്നിട്ട് ഞെട്ടെടുത്തിട്ട് ബോക്സിൽ വെക്കും കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിതേ പച്ചമുളക് 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഞെട്ടെടുത്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ചാൽ നമുക്ക് പിന്നെ കഴുകാൻ നിൽക്കണ്ട. പച്ചമുളക്, സെല്ലറി, കൊത്തമല്ലി ഇലയൊന്നും 2-3 പ്രാവശ്യം കഴുകി ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില ഒക്കെ നല്ല പെട്ടെന്ന് എടുക്കാം. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കഴുകിയിരുന്നിരുന്നാൽ നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് അത് ഇത്തിരി മഞ്ഞപ്പൊടിയിൽ വെള്ളത്തിൽ കഴുകണം കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത്. ഞങ്ങൾക്ക് ഭൂമിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കൽക്കട്ടയല്ലേ. അപ്പോൾ എല്ലാ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ ഞാനിതൊരു ബോക്സിലാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ, ബീട്രൂട്ട്, ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ സീസണാണല്ലോ. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ബീട്രൂട്ട് വേറെ ഞാൻ വെക്കും. ക്യാരറ്റ്, ബീട്രൂട്ട് ഒരു ഇതിൽ വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ 1-2 ബീട്രൂട്ട് എടുത്തിട്ട് മോനും മോക്കും ഞങ്ങളൊക്കെ ജ്യൂസ്, ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളുമായിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ വച്ചു. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വച്ചിട്ട് വേറെ വെക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഇത് എൻ്റെ മോന് പുഴുങ്ങി കൊടുക്കും. എൻ്റെ മോനെ സ്കൂബി മോന് പുഴുങ്ങി കൊടുക്കും ഇതൊക്കെ ആയിട്ട്. പിന്നെ അവനല്ലാതെ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ പുഴുങ്ങി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴുകി ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് റഫായിട്ട് കഴുകിയിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കഴുകിയിട്ട് ഇനി അടുത്തത് മുരിങ്ങയൊക്കെ കഴുകി 2ആയിട്ട് മുറിച്ച് വെക്കും. അത് ഒന്നിച്ചങ്ങനെ ഫ്രിഡ്ജ് വെക്കാൻ പറ്റൂലല്ലോ. ഞങ്ങൾ 2-3 ദിവസത്തെ ഒരാഴ്ചത്തെ പച്ചക്കറികളൊക്കെയാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എല്ലാം അതിൻ്റേതായ രീതിയിൽ വെക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുക്കിംഗ് കഴിഞ്ഞു, മോൻ്റെ ഫുഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുക്കിംഗ് എന്താണെന്നൊക്കെ കാണിക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചു.
ഇനി അടുത്ത തക്കാളി. ഇത് പൊട്ടോട് ഭയങ്കര വിലയാണ്. ഇത് ബ്ലഡ് ഊറുന്ന സാധനമാണ്. ഇത് മെഴുക്ക് വരട്ടിയായിട്ടെടുക്കാം, ഫ്രൈ ആയിട്ടെടുക്കാം. എണ്ണ അധികം ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ മെഴുക്ക് വരട്ടിയായിട്ടെടുക്കാം. പൊട്ടോളെന്ന് പറയും കേട്ടോ. അപ്പോൾ അതും ഞാനിവിടെ വച്ചു. ഓരോന്ന് കഴുകി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് കഴിച്ചാൽ മതി. പക്ഷെ അത് നല്ല വൃത്തിയും മെനയുമായിട്ട് കഴിക്കുക കേട്ടോ. നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിഷമൊക്കെ അടിച്ചു കൊണ്ടുവരുന്ന പച്ചക്കറികൾ നമ്മൾ വീടുകളിലായിരുന്നാലും നമുക്കറിയാൻ പറ്റൂല ഏതിലൊക്കെ വിഷം അടിച്ച് കൊണ്ടുവരുന്നൊക്കെ. നമ്മുടെ വീടുകളിൽ നല്ല ജൈവവളമൊക്കെ ഇട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിൽ. ഇത് മാർക്കറ്റിലാകുമ്പോൾ അവർ ഇത് എന്തൊക്കെ മരുന്ന് അടിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കഴുകി വെക്കുക. അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തിരുന്നിട്ട് ഫ്രിഡ്ജിൽ വിഷാംശങ്ങൾ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. അപ്പം എല്ലാ പച്ചക്കറികളും അതുപോലെ ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ കഴുകിയിരുന്നാലും ഒന്ന് റഫായിട്ട് കഴുകി ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നാലും നമ്മൾ കറികൾ വെക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ടൊമാറ്റോയൊക്കെ ഒന്ന് ഒരു മഞ്ഞപ്പൊടി വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ കഴുകുന്നത് നല്ലതാണ് കേട്ടോ. കുറേ നമ്മുടെ മരുന്നൊക്കെ തളിച്ച് വരികയാണെങ്കിൽ പോയി കിട്ടും. അതിനാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചാൽ മതി. അത് നല്ല ഭംഗിയായിട്ടൊക്കെ കഴിക്കുക. ഇനി അടുത്ത സെല്ലറിയൊക്കെ കഴുകി വെക്കണം. വീട്ടിൽ നിന്ന് മേടിക്കുന്നവർ എത്ര ദൂരെ ചെന്നിട്ട് അവർ വണ്ടിയിലൊക്കെ ദൂരേന്ന് കൊണ്ടുവരുന്ന അത് വീടുകളിലാണോ ജൈവവളം ഇട്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ കഴിക്കാം അല്ലേ. ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ഒന്ന് കഴിയും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് 1.5 മണിക്കൂറത്തെ പണിയാട്ടോ. മാർക്കറ്റിലെ ബാഗുകൾ സോപ്പ് കൂടിയിട്ട് കഴുകി വെക്കുക, ഇതുപോലെ പച്ചക്കറികളൊക്കെ കഴുകി ബോക്സിലാക്കേണ്ടത് ബോക്സിലാക്കിയൊക്കെ വെക്കുക. തേങ്ങ വരെ വെള്ളം ഒഴിച്ചു. ഈ തേങ്ങ ചൂടത്തൊന്നും ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ തേങ്ങ വരെ കഴുകി വെക്കും നമ്മൾ. നമുക്ക് സെല്ലറി കിട്ടിയേ. നമ്മൾ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനൊക്കെ ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ കോബി മഞ്ചൂരിയൻ ഇതിനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മുരിങ്ങയൊക്കെ പോയി. ഇതൊന്ന് കഴുകി ഞാനൊരു ബോട്ടിലിൽ ഒരു തുണിയിലാക്കി വെക്കും കേട്ടോ. വെള്ളം ഒന്ന് കളഞ്ഞ് തുണിയിലാക്കി വെക്കും. 2-3 വെള്ളത്തിൽ കഴുകണം കേട്ടോ. എന്നിട്ട് ഇത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കഴുകിയൊന്നും എടുക്കില്ല. നല്ലതായിട്ട് തന്നെ വെച്ച് ബോക്സിൽ വെച്ചാൽ നമുക്കങ്ങ് അരിഞ്ഞ് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മുരിങ്ങയൊക്കെ ഇന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെ ഇനി കായുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, മല്ലിയിലയുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കുന്നതും ഭയങ്കര പാടാണ് കേട്ടോ. എന്നാലും ഒക്കെ ചെയ്യുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പിണ്ടി കേട്ടോ. പിണ്ടിയും വാഴപ്പൂവും ഒക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. ഇതൊക്കെ ഞാൻ നാളെ വെക്കുള്ളൂ. ഒന്ന് കഴുകിയത് വെച്ചിട്ട് രാത്രി ഞാൻ അരിഞ്ഞ് അങ്ങോട്ട് വെക്കും. എല്ലാ പണിയും കൂടെ നാളെ പറ്റൂല കേട്ടോ. പിണ്ടിയൊക്കെ എൻ്റെ മോൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മോന് അത്ര ഇഷ്ടമല്ല. പക്ഷെ പിണ്ടി കുടപ്പനിൽ ചെമ്മീനിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നവരുടെ കഷ്ടം എനിക്കറിയാം കേട്ടോ. ഭയങ്കര പാടാണ്. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ പലരും മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴുകാതെ വെക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ കണ്ടൊന്ന് കാണുക കേട്ടോ. മാർക്കറ്റിൽ അവിടെ ഇവിടെ തുപ്പുന്നതും അതും ഇതൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നല്ലവണ്ണം വൃത്തി ശുചിയായിട്ടൊക്കെ വെക്കാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ മീൻ വറുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് പാചകങ്ങളുമായി മോന് ഫുഡ് കൊടുത്തു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നടന്നേ. ഇനി ഇത്രയും പച്ചക്കറികൾ നിങ്ങൾ കണ്ടല്ലോ. ബാഗൊക്കെ കഴുകി എല്ലാം വെച്ചു. മീൻ വറുക്കണം. കൂടാതെ ചോറായി. ഇന്ന് ചിക്കനൊന്നുമല്ല, അത് വഴുതലങ്ങയും ആര്യവേപ്പിലയും മെഴുക്ക് വരട്ടിയായി. കപ്പ ഇന്നലെ മലയാളിക്കടയിൽ നിന്ന് മേടിച്ചേ. അപ്പോൾ ചൂടത്ത് ഇരിക്കൂല, പെട്ടെന്ന് അഴുകും. അതുകൊണ്ട് കപ്പ വന്ന് നമ്മൾ വെച്ചു. ഇതിൽ 2-3 കപ്പയൊക്കെ ചീത്തയായിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമ്മളതൊക്കെ ചെയ്ത് വെച്ചു. കാരണം ഇനി നമ്മുടെ വീട് ചൂടല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് അത് ഇരിക്കൂല ഉള്ളിയൊക്കെ. അപ്പോൾ പെട്ടെന്ന് തീർക്കണം. അപ്പോൾ കപ്പ ഞാനെന്നേ പുഴുക്ക് വെച്ചു. ചോറായി. മീൻ വറുക്കാൻ പോകുന്നു. അരിവേപ്പിലയും വഴുതലയും മെഴുക്ക് വരട്ടി. അതിന് അരിവേപ്പില നിങ്ങൾ കണ്ടല്ലോ വാങ്ങിക്കൊണ്ട് വന്നത്. റൂയി മീൻ കറി കേട്ടോ. മീൻ കറി വെച്ചു. ഇത് കണ്ടില്ലേ. ഇത്രയും കറികളാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കപ്പയുള്ളതുകൊണ്ട് മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ കറിയായി. കണ്ടില്ലേ. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി കേട്ടോ. ഇനി അടുക്കള തുടക്കണം. ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചു കേട്ടോ. മീൻ കറിയും ചോറും കപ്പയും ഇത് കേട്ടോ. കപ്പയും എല്ലാം വെച്ചു. ഇനി ഒന്ന് മീൻ വറുക്കട്ടെ.
വന്ന് നിൽക്കുന്ന എൻ്റെ അടുക്കളയിൽ നല്ല പണിയായതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നു കേട്ടോ. അവിടെ ചെന്ന് ഇരിക്കുമോ? ഫുഡൊക്കെ കഴിച്ചല്ലോ, ഇനി ഒരിടത്ത് ഇരിക്കും. കുളി കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, എല്ലാം ചെയ്തു, ഇനി ചെന്ന് ഇരിക്കാം. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ ലൈവിലാവുമ്പോൾ വെറുതെ വന്നിരുന്ന് അങ്ങോട്ട് ക്യാമറ ഓൺ ചെയ്താൽ വർത്തമാനം പറയാം. അതുപോലെയല്ല കേട്ടോ, നമ്മൾ പണിത്തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ അത് ഭയങ്കര കഠിന വർക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നവരെ എന്നെപ്പോലത്തെ ചാനലുകളൊക്കെ ഉണ്ട് കേട്ടോ. പണിത്തിരക്കിൻ്റെ ഇടയിൽ ഇതുപോലെ വീഡിയോ എടുക്കുന്ന ഒത്തിരി പേര്, അവരെയൊക്കെ സഹായിക്കുക കേട്ടോ. കാരണം എന്തെന്ന് നമ്മൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് ഭയങ്കര, അത് വീഡിയോ എഡിറ്റ് ചെയ്യണം, തംബ്നെയിൽ കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം, ഭയങ്കര പണിയാണ് കേട്ടോ, കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ.